പുരുഷനിലെ ഒരു പ്രബലനായ പുരുഷൻ, ശക്തനല്ലാത്ത പുരുഷൻ എന്നൊരു ക്ലാസിഫിക്കേഷൻ സാധ്യമല്ല. യൂത്ത് കമ്മീഷൻ എന്തിനാണെന്നുള്ള രാഹുലിന്റെ ചോദ്യം. യൂത്ത് കമ്മീഷൻ ഒരു വൾണറബിൾ ഏജിലാണ് ആ കുട്ടികൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല രാഹുൽ. ആ ഒരു വൾണറബിൾ ഏജിൽ അവർ പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് പൊസിഷൻസിലേക്ക് വരുന്നില്ല, ലോ മേക്കിംഗ് പൊസിഷൻസിലേക്ക് വരുന്നില്ല. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദാറ്റ് വൾണറബിൾ ഏജ് ദേ കം. പക്ഷേ തുടങ്ങുന്ന സ്റ്റേജിൽ അവരില്ലല്ലോ. അവരൊരു വൾണറബിൾ സ്റ്റേജ് ഇൻ ലൈഫ് കഴിഞ്ഞില്ല സർ, കഴിഞ്ഞില്ല, എത്തിയിട്ടില്ല, പറഞ്ഞില്ല. അവരങ്ങനെ ഒരു സ്റ്റേജിലായതുകൊണ്ടാണ് അവർക്ക് ഇല്ല. അല്ല, ഞാൻ 18 മുതൽ 40 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള പുരുഷന്മാരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അദ്ദേഹം പറയുന്ന ആർഗ്യുമെന്റ് ലീഗലി സൗണ്ട് ആണ്, ഇല്ലെന്നല്ല. പക്ഷേ നമ്മൾ ആ പോസ്റ്റ് കഴിഞ്ഞു. ഇന്ന് വനിതാ കമ്മീഷനും വയോജന കമ്മീഷനും പുരുഷ കമ്മീഷനും പോലെ യുവജന രാജ്യസഭയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു. വനിതകളെ, സ്ത്രീകളെ നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന പറയുന്നതും ആണെന്നും പെണ്ണെന്നും വ്യത്യാസം പറയുന്നില്ല, തുല്യ അവകാശം പറയുന്നുള്ളൂ. അദ്ദേഹം വക്കീൽ പറഞ്ഞിട്ടല്ല, തുല്യ അവകാശം പിന്നെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് 15-ാം വകുപ്പിൽ എന്നുള്ള ശരിയാണ്, ഷെഡ്യൂൾ 15. പക്ഷേ അതല്ല എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞതല്ല, ഈ ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. എത്ര പേര് പോലീസിലിരിക്കുന്ന DGP-മാർ എത്ര പേര് ഒഴിഞ്ഞു, കൈ ഒഴിഞ്ഞു, അന്വേഷിക്കൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു. എന്നിട്ടും മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ അവമാനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞോട്ടെ, എന്നിട്ടും അദ്ദേഹത്തിന് CBI അന്വേഷണം നമ്മുടെ ഗവൺമെന്റ് ശുപാർശ ചെയ്തു. ആ മനുഷ്യൻ ദേവതുല്യനായിരുന്നു എന്നുള്ളത്, നീതിമാനായിരുന്നു എന്നുള്ളത് മരണശേഷമാണ് ഈ നാട് മനസ്സിലാക്കിയത്. പിന്നെ രണ്ടാമത് അടുത്തത് മനുഷ്യൻ ഈ കമ്മീഷന്റെ കേസ് പറയുമ്പോൾ അവരുടെ കുടുംബത്തിലിരിക്കുന്നൊക്കെ സ്ത്രീകൾ ഇപ്പോഴും വിഷമിച്ചിരിക്കല്ലേ. ഗണേഷ് കുമാർ പറഞ്ഞ ഒരു അഭിപ്രായത്തിന് ശേഷം ഉമ്മൻചാണ്ടി സാറാണ് ആ ഗണേശന്റെ ഫാമിലി തുലച്ചു എന്ന് പറഞ്ഞ അഭിപ്രായത്തിന് ശേഷം ആ മറിയാമ്മ ഞാൻ പോയി കണ്ടിരുന്നു. കണ്ടപ്പോൾ കരയുകയാണ് അവര്. മറിയാമ്മ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം രാഹുലെ. എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരു വളരെ റിലയബിൾ ഒരു സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അതായത് ഈ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടിയുടെ പേരെഴുതി ചേർത്തതെന്ന്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. അപ്പൊ അങ്ങനെ ഒരു പേരെഴുതി ചേർത്ത് പതിറ്റാണ്ടുകളോളം ആ മനുഷ്യരെ പീഡിപ്പിച്ചു. സത്യം പറഞ്ഞാൽ നിവിൻ പോളിയുടെ കാര്യം പറഞ്ഞോട്ടെ. നിവിൻ പോളി DGP-ക്ക് കംപ്ലൈന്റ് കൊടുത്തു. എന്നിട്ട് എന്തായി? നിവിൻ പോളി കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും പോലീസ് ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുത്തില്ല. പിന്നെ നമുക്കൊക്കെ എന്ത് നീതി കിട്ടാൻ? പുരുഷ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടുമായിരുന്നു. പുരുഷ കമ്മീഷൻ വന്നിട്ടില്ല. വന്ന ശേഷം നമുക്ക് പറയാൻ നീതി കിട്ടിയോ നീതി കിട്ടിയില്ലേ എന്ന്. എത്ര സ്ത്രീകൾക്ക് നീതി കിട്ടിയിട്ടുണ്ട് പറയാമോ? ചോദിച്ച ചോദ്യത്തിനാണ് കമ്മീഷനുകൾ ജനങ്ങളെ ശത്രുവാക്കുവല്ലാതെ പുരുഷ കമ്മീഷൻ അതുകൊണ്ട് നിങ്ങൾക്ക് വനിതാ നിയമങ്ങൾ ഞങ്ങളെ പോലെയുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്നില്ല, നീതി കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പുരുഷ കമ്മീഷൻ പുരുഷന്മാർക്ക് ലഭ്യമാകില്ല. കടുവയെ പിടിക്കുന്ന കിടുവ എന്ന് പറയുന്ന ശ്രീ യശശരീരനായ BA ആളൂരിനെതിരെ പോലും വന്നു പോക്സോ പരാതി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയുണ്ടായത്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന, പ്രതികളെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും ക്രൂരനായ വക്കീൽ എന്ന് എല്ലാവരും അധിക്ഷേപിക്കുന്ന ആളൂര് പോലും കേസിൽ പ്രതിയായിരുന്നു. ഞാനന്ന് കോടതി വരാന്തയിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുമ്പേ വക്കീൽ പറഞ്ഞു 14 ദിവസം അകത്ത് പോകുന്ന വലിയ കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന് പരാതി കൊടുത്താൽ ഇദ്ദേഹം 14 ദിവസം സുഖമായിട്ട് അകത്ത് പോകും. മുങ്കത്തെ നിങ്ങൾ രണ്ട് വക്കീലാണ് എനിക്കറിയാം. അതിനുള്ള ഉത്തരം നമ്മുടെ എങ്കിലും ഒരു വ്യാജ പരാതി കൊണ്ടു കൊടുത്താൽ, സ്ത്രീ പീഡന പരാതി കൊണ്ടു കൊടുത്താൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അയാൾക്കെതിരെ ഉടനടി കേസെടുക്കുന്നത് താങ്കളോട് ആരാണ് പറഞ്ഞത്? എനിക്ക് തോന്നുന്നു വിനീത എഴുത്തുകാരിയുടെ ആയതുകൊണ്ട് ഒരു സങ്കല്പ ലോകത്താന്നും 1 മണിക്കൂർ കൊണ്ട് FIR ഇട്ടിട്ടുണ്ട് കേരളത്തിൽ. ഒറ്റ മണിക്കൂർ കൊണ്ട്. നിങ്ങൾ കരുതുന്നല്ല, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു SHOയുടെ വിശാലം അത് അവര് FIR ഇടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.